ഉണ്ടല്ലോ നമ്മൾ ഇന്ന് ഹാജി അലി ജ്യൂസ് സെൻറ്ററിൽ പോയൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ്. ഞാൻ ഗാലറി ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് കണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എഡിറ്റ് ചെയ്ത് അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. നിലവിൽ ആ ഷോപ്പ് കോതമംഗലത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഗൂഗിളിൽ നോക്കിയ സമയത്ത് പെർമനൻ്റ്ലി ക്ലോസ്ഡ് എന്നാണ് എഴുതി കാണിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെക്ക് ചെയ്തിട്ടാണ് ആരെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ പോകാൻ പാടുള്ളൂ കേട്ടോ. ഈ ഹാജി അലി ജ്യൂസ് സെൻറ്ററിനെ കുറിച്ചിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല, എനിക്കും അറിയില്ല കേട്ടോ. നമ്മളെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോകാമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ കുറച്ച് ചെറുതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നേരത്തെ എടുത്ത വീഡിയോ ആയിരുന്നു ഇത്. എഡിറ്റ് ചെയ്തിടാനുള്ള ടൈം കിട്ടിയില്ല, അതോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഈ വീഡിയോ കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന സമയത്താണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലും ഡ്യൂട്ടി പരമായിട്ടൊക്കെ ഒരുപാട് സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂടുതലും ഡ്യൂട്ടി സമയത്തൊക്കെ പുറത്തുനിന്ന് തന്നെയുള്ള ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ വെറൈറ്റി ഫുഡുകളൊക്കെ ഒരുവിധം അറിയാം കേട്ടോ. ഞാൻ കൂടെ കൂടിയ പിന്നെയാണ് വെറൈറ്റി ഫുഡുകളും അതുപോലെ ഇതുപോലുള്ള ഷോപ്പുകളൊക്കെ കാണാനും തുടങ്ങിയത്, അറിയാനും തുടങ്ങിയത് കേട്ടോ. വെറൈറ്റി ഫുഡുകൾ കഴിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ പൊതുവേ നമ്മളെ കൂട്ടാതെ എവിടെയെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ റെസ്റ്റോറൻറ്റിൽ നമ്മളെ കൊണ്ടുപോകുന്നത് വരെ അതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ എന്നൊരു മനസ്സിലൊരു വിഷമാണ് പുള്ളിക്കാരന്. അങ്ങനെ ഇരിക്കെ ഈ ഹാജി അലി ജ്യൂസ് സെൻറ്ററിൽ പുള്ളിക്കാരന് ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അതിനുള്ള ഒരു സാഹചര്യം ഒത്ത് നമ്മളവിടെ കൊണ്ടുപോയി നമുക്ക് ഫുഡൊക്കെ മേടിച്ച് തന്നതിന് ശേഷമാണ് പറയണത്, എനിക്കിവിടെ നിങ്ങളെ കൊണ്ടുവരാതിരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ള കാര്യം. എന്തായാലും അതിനുശേഷം ഞാൻ നമ്മുടെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോഴാണ് മനസ്സിലായത് മുംബൈയിലെ പ്രശസ്തമായ ഒരു ജ്യൂസ് സെൻറ്ററാണ് ഈ പറയുന്ന ഹാജി അലി ജ്യൂസ് സെൻറ്റർ എന്ന് പറയുന്നത്. അതും 1960 ഫാറൂഖ് നൂറാനി എന്ന് പറയുന്ന ഒരാളാണ് സ്ഥാപിച്ചതും. ഹാജി അലി ദർഗയുടെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ പേര് വന്നതെന്ന് എനിക്ക് തോന്നണം കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. ജ്യൂസ് ആണെങ്കിലും ഷെയ്ക്ക് ആണെങ്കിലും ഫലൂദ ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ സ്ട്രീറ്റ് ഫുഡ്, നമ്മുടെ മുംബൈയിലൊക്കെ കിട്ടുന്ന സ്ട്രീറ്റ് ഫുഡിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ ഒറിജിനായിട്ട് നമുക്ക് ഇവിടെ വേറെ ഒന്നും ചേർക്കാതെ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ കുറച്ച് വെറൈറ്റി ഐറ്റംസൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത്, വെറൈറ്റി ഒന്നും അല്ല എപ്പോഴും കഴിക്കണൊക്കെ തന്നെ ഓർഡർ ചെയ്തത്. കാരണം കൂടുതൽ പേരുകളും കൂടുതൽ ഐറ്റംസും ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഓർഡർ ചെയ്താൽ കഴിക്കുമോ ഇല്ലേ എന്നുള്ളൊരു സംശയം കൊണ്ട് നമ്മളങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒന്നും അങ്ങനെ ഓർഡർ പോയത് കോതമംഗലത്തെ ഷോപ്പിലാണ് കേട്ടോ. ഇക്കായും ആദ്യമായിട്ടാണ് കോതമംഗലം ഷോപ്പിൽ പോയത്. എടപ്പള്ളിയിലൊക്കെ ഉള്ള ഷോപ്പിലൊക്കെയാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കോതമംഗലത്ത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബസീലിയസ് ഹോസ്പിറ്റലിൻ്റെ സമീപത്തായിട്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്ന സമയത്ത് നൈറ്റ് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. കാരണം ഇവരുടെ ടൈം എന്ന് പറയുന്നത് 12 PM ടു 12 AM ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വന്ന സമയത്ത് അവിടെ ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ക്ലോസ് ചെയ്തോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും നമ്മളവിടുന്ന് കുറേ ഫുഡുകൾ ഓർഡർ ചെയ്തു. നല്ല അടിപൊളി ഫുഡൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അവിടുത്തെ ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ ലൈറ്റൊക്കെ ഭയങ്കരമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ അത്ര അങ്ങോട്ട് ബ്രൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ നമുക്ക് അധികം അറിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അധികം വേണ്ടാന്ന് പറഞ്ഞു. അത് ഇതെന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് ഇവരുടെ ഷോപ്പ് ഉള്ളതെന്ന് വെച്ചാൽ പനമ്പള്ളി നഗർ, എടപ്പള്ളി, ആലുവ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ ഷോപ്പുകൾ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഒരു കരിക്കിൻ്റെ അവിൽ മിൽക്കാണ് പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആൾ വീതം ഓർഡർ ചെയ്യില്ല കേട്ടോ. ഞങ്ങൾ ഒരെണ്ണേ ഓർഡർ ചെയ്യുള്ളൂ. അത് നമ്മൾ കഴിച്ചിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്തത് ഓർഡർ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അവിൽ മിൽക്ക് പൊതുവേ എനിക്ക് സാധയാണ് ഇഷ്ടം. ഇങ്ങനെ കരിക്ക് ഇതൊന്നും ഫ്ലേവർ ചേർക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. പിള്ളേർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരെണ്ണേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മേടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെയും വീതിച്ചങ്ങ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് പിസ്സയായിരുന്നു. പിസ്സ ആണെങ്കിലും നമുക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, പിള്ളേർക്ക് പിന്നെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ പിസ്സ ഓർഡർ ചെയ്തോളൂ. അത് നമ്മൾ ഓരോ പീസ് വെച്ചിട്ട് എല്ലാവരും കൂടെയും ഷെയർ ചെയ്ത് കഴിച്ചു. കഴിഞ്ഞപ്പോൾ നമ്മൾ അവോക്കാഡോയുടെ ഒരു ഷെയ്ക്കാണ് പറഞ്ഞത് കേട്ടോ. അവോക്കാഡോ ഓൾറെഡി ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. എന്നാലും നമ്മൾ ഒരെണ്ണേ പറഞ്ഞുള്ളൂ. കാരണം ഒരെണ്ണം തന്നെ എല്ലാവരും കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറും നിറയും. പിന്നെ കൂടുതൽ ഐറ്റംസ് ഒന്നും കഴിക്കാനും പറ്റത്തില്ല. പിന്നെ വേസ്റ്റ് ആക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്യാറില്ല. അങ്ങനെ നമ്മൾ അടുത്തത് ഒരു ഷെയ്ക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ എല്ലാവരും കൂടെ 50 അടിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പാനിപ്പൂരിയാണ് പറഞ്ഞത്. സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസിൽ ഏതെങ്കിലും മേടിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് പാനിപ്പൂരിയാണ് ഞാൻ കഴിച്ചിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു പാനിപ്പൂരി മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്. പാനിപ്പൂരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതും ഒരു പ്ലേറ്റാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്ന് ഞങ്ങൾ കഴിക്കുമ്പോൾ തന്നെ അതും തീരും. അപ്പോൾ നമുക്ക് കൂടുതൽ ഐറ്റംസ് നമുക്ക് കഴിക്കാനും പറ്റും, ടേസ്റ്റ് ചെയ്യാനും പറ്റും. ഒരെണ്ണം തന്നെ ഒരുപാട് കഴിച്ചിട്ട് എന്തായാലും കാര്യം, നമുക്ക് ഓരോന്നും ട്രൈ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട്
അങ്ങനെ എല്ലാവരും കൂടെ കഴിക്കുകയാണ്. പിന്നെ അതേ മെമ്മറീസ് എന്ന് എഴുതി വെച്ചേക്കണുണ്ടല്ലോ, ആ മെമ്മറീസ് എന്ന് എഴുതി വെച്ചേക്കണതിൻ്റെ താഴെയായിട്ട് ഈ ഹാജി അലി ജ്യൂസ് സെൻറ്ററിൽ വന്നിട്ടുള്ള എന്ന് വെച്ചാൽ കോതമംഗലത്ത് മാത്രമല്ല മൊത്തത്തിൽ വന്നിട്ടുള്ള സെലിബ്രിറ്റികളുടെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി നയൻതാര ഉൾപ്പെടെയുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട് ഇവരുടെ ഷോപ്പിൽ. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ഷോപ്പിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്നുള്ളത്, അവിടുത്തെ ഫുഡിൻ്റെയൊക്കെ ക്വാളിറ്റി എന്തോരം ഉണ്ടാവും എന്നുള്ളത്. ഒത്തിരി പേര് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇക്ക വായിലങ്ങ് വെച്ച് തന്നു കേട്ടോ. ഇനി അത് താഴെ ചാടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇക്കക്ക് എന്താ പറയുക എളുപ്പമാണ്, ഇക്ക മൊത്തത്തിൽ അങ്ങ് ഇട്ടിട്ട് കഴിക്കും. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വായിലിട്ടതങ്ങ് ചവയ്ക്കാന്നുള്ളത്. അപ്പോൾ പാനിപൂരിയും എന്താ പറയുക അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞോള് നല്ല കരച്ചിലായിരുന്നു. ഇക്ക കുറച്ച് നേരം കൊണ്ടുവരുന്ന ആൾ ഉറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ആൾ എഴുന്നേറ്റു. നല്ല അത്യാവശ്യം നല്ല ചൂടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കും കുഞ്ഞോള് കിടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതേ കുഞ്ഞോള് എന്താ പറയുക ഫോണിലേക്ക് നോക്കുകയാണ്. ഞാനിത് എന്താണ് ചെയ്യണേന്ന് നോക്കാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത സമയത്താണ് കേട്ടോ കണ്ടത്. എനിക്ക് തോന്നുന്നു മക്കളിൽ മൂത്ത ഒരാൾ ഫോണിട്ട് ആ ഒരു സംഭവം എടുക്കുന്നതാന്ന് തോന്നുന്നു, എങ്ങനെയാണോ അറിയത്തില്ല. ഏതായാലും അതും കൂടെ ഇവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അവിടെ നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഓടാണോ മുകളിൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഓടാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഓരോ ഷോപ്പുകളും കൊടുത്തിട്ടുണ്ട്, പനമ്പള്ളി നഗറും എടപ്പള്ളിയിലെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഓരോ സെലിബ്രിറ്റികളുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുംബൈയിലാണെന്ന് തോന്നുന്നു കുറേ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുംബൈയിലെ പഴയ മുംബൈ ആണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ ഇതേ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് അവിടെ നമുക്ക് പോയി ഇരിക്കാനൊക്കെ ആയിട്ട്. നമ്മൾ അവരുടെ തന്നെ സ്പെഷ്യൽ ഒരു ഷവർമയും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. ഷവർമ ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ആളൊന്നിന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രഷ് ക്രീമൊക്കെ വെച്ചിട്ട്. അത് നമ്മൾ ഓർഡർ ആക്കിയതല്ലായിരുന്നു കേട്ടോ. അവർ നമുക്ക് ജസ്റ്റ് ഒന്ന് സാമ്പിൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തന്നതായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ഫ്രഷ് ക്രീമിൽ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ മുറിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. ഷോർട്ട്സ് ഒന്നും അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. അത് ഓരോ ഫ്ലേവറും ഉണ്ടായിരുന്നു കേട്ടോ, പല ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 4 പീസ് തന്നു. നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പാകത്തിന് തന്നു കേട്ടോ. ആ സമയത്ത് നമ്മുടെ വീഡിയോ ഫോൺ ഓഫായി പോയി, അതാണ് വീഡിയോ എടുക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോയത്, ആ ഒരു സെൻറ്ററിൽ ജ്യൂസ് സെൻറ്ററിൽ പോയ വീഡിയോ ഒക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും എൻ്റെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു. Welcome.